നീ എന്നെ ചവിട്ട് സീരിയൽ താരം മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു. നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെ അയ്യോ, ഒരു കഷ്ടം നോക്കറോ ആയിരുന്നു ഇവന്റെയൊക്കെ അച്ഛനും അമ്മമാർ. ഇത് കാണുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അവരെന്ത് പാവാന്ന് ചെയ്തത്. അതായത് ഇവനെ പോലെയുള്ള ഒരു വേട്ടാവേളിയന് ജന്മം നൽകിയല്ലാണ്ട് ആ പാവങ്ങൾ എന്താണ് അവർ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ സഹിക്കും എൻ്റെ മക്കളെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇതാ പറഞ്ഞത്, നമ്മളെ അടിച്ചു വളർത്തേണ്ട സമയത്ത് അടിച്ചിട്ട് തന്നെ വളർത്തണം. അല്ലാതെ നമ്മളിപ്പോൾ കയറൂരി വിട്ടു കഴിഞ്ഞാൽ യുവന്മാർ ഇതല്ല ഇതിലപ്പുറത്തും തറപ്പണി കാണിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്ന പയ്യൻ, അവൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോഴും നിങ്ങളെ കാണിച്ചത്. അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യമാണ് ഞാനിപ്പോഴും പറഞ്ഞത്. ഒരുപാട് ദുഃഖത്തിൻ്റെ നടുക്കായിരിക്കും അവർ എന്ന് എനിക്ക് പറയാനുള്ളൂ. എത്ര പേരായിരിക്കും അവരിന്ന് തന്തക്കും തള്ളക്കും വിളിച്ചിട്ടുണ്ടാവുക, എത്ര പേരായിരിക്കും അവരിന്ന് പിരാഗിയിട്ടുണ്ടാകുക. ഈ അവസ്ഥ അവരും കൂടി കാണുന്നതല്ലേ. അതായത് ഒരു പാവപ്പെട്ട ഒരു ലോട്ടറിക്കാരനെ കാറിടിച്ചിട്ട് ഇവൻ അവിടെ കിടന്ന് നാട്ടുകാരോട് തണ്ടിളക്കുകയാണ്. അതായത് അയാൾ വന്നിട്ട് എൻ്റെ കാറിനിടിച്ചു എന്നുള്ള മട്ടിലാണ് ഇവൻ ഇളക്കുന്നത്. അവനെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ ആക്കി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, കള്ളും കുടിച്ച് പൊതുജനങ്ങളുടെ മേലെ കയറുന്ന എല്ലാവരും ഇതൊരു പാഠമായിരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ചേച്ചി വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്, എവിടെയോ ഈ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ, എവിടെയോ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു സംശയം എനിക്ക് വന്നു. ഏതായാലും ആ ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മോനെ, ശരിക്കും എന്നെ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ, 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാർ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ. ഒരു മിനിറ്റ്. അതായത് 2021 നമ്പർ 18 ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള പ്രശ്ന ഹോട്ടലല്ലേ. ആ കഞ്ചാവടിയന്മാരും മറ്റേ ടീമിലുള്ള ആ മോഡലുകൾ ഇതും ആഭാസന്മാർ മാത്രം പോകുന്ന ഒരു ഹോട്ടലല്ലേ അല്ലേ? അതെ. ആ ഹോട്ടൽ അത്ര അങ്ങനെ ഒരു കുപ്രസിദ്ധി നേടിയ ഒരു ഹോട്ടലല്ലേ അതെ അല്ലേ? ന്യൂസ് 8 അല്ല, നമ്പർ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, നമ്മൾ നെറ്റിലടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കിട്ടും. അതെ അത് തന്നെയാണ് സംഭവം. തന്നെയാണ്. അവിടെ എന്തിനാണ് ഈ ചേച്ചി പോയത്? അവിടെ എത്തിയിട്ട് ചേച്ചി പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ മോനെ നമ്മളിപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുത്തില്ലേ, അവിടെ ഈ ചേച്ചി എന്തിനാണ് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, അവിടെ ഈ ഹോട്ടലിൽ പാർട്ടി നടക്കുമ്പോൾ ചേച്ചി എന്തിനാണ് ചേച്ചി പോയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇവര് ഇൻഫ്ലുവൻസറാണ്, ഇനി അവർ പിന്നെ ഇതിൽ പോയതാണോ അറിയില്ല. പേര് പറഞ്ഞൂടെ, എനിക്ക് വേണതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട അന്നച്ചേച്ചി, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ പുറകെ പോകാൻ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരാണടി അന്നച്ചേച്ചിയോട് പറഞ്ഞത് ഇതിൻ്റെ പുറകെ പോകാൻ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്നച്ചേച്ചിയോട് ഇതിൻ്റെ പുറകെ പോകാൻ? പിന്നെ അന്നച്ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇതിൻ്റെ മാഫിയ തലവന്മാരെ എല്ലാം പിടിക്കണമെന്ന്. അത് ഈ 4 വർഷം കഴിഞ്ഞിട്ടാണോ അന്നച്ചേച്ചി പറയുന്നത്? അന്നത്തെ ആ ദിവസങ്ങളിൽ അന്നച്ചേച്ചി എല്ലാം പുറത്തു വിടണ്ടേ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ പിന്നെ നമ്പർ 18 എന്ന് പറയുന്ന ഹോട്ടലിൽ അന്നച്ചേച്ചി വെറുതെ പോയതാണോ, അല്ല അന്നച്ചേച്ചി എന്തിനാണ് അവിടെ പോയത് നമുക്കറിയില്ല. ഫോട്ടോയ്ക്ക് ഞങ്ങൾ എടുത്തു എന്ന് പറയുന്നുണ്ട്, അതും എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല.
അപ്പോൾ ഇപ്പോഴും എനിക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ നാളുകളായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര ഹൈപ്പൊന്നുമില്ല, അതുകൊണ്ട് എന്നാ പിന്നെ കിടക്കട്ട് ഒരു ഹൈപ്പ് എന്നുള്ള തരത്തിൽ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു ആത്മാർത്ഥതയോ പിന്നെ എന്താ പറയേണ്ടത് ഇവനെ അങ്ങ് നന്നാക്കി കളയാം, ഇവനെ നന്നാക്കിയിട്ട് ഇവന്റെ വീട്ടിൽ ഏൽപ്പിക്കാം എന്നുള്ള ഇതുകൊണ്ടൊന്നും അല്ല ഇവർ വന്നിരിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയേണ്ടതൊക്കെ അത് ഹൈപ്പിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തം വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. എന്തിനാണെന്നറിയാം, അവിടെ നിന്ന് കയറിയിട്ട് അങ്ങ് പറയാൻ വേണ്ടിയിട്ട് എന്തൊരു സ്നേഹമോർമ്മം മോനെ എന്നൊക്കെ വിളിച്ചിട്ട്. പണ്ട് നമ്മുടെ ഒരു നടൻ, അതായത് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനാണെന്ന് തോന്നുന്നു, സിദ്ധാർത്ഥ് ഭരതൻ ആശുപത്രിയിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. കിടക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ മോനെ എന്ന് വിളിച്ച് നടക്കുന്ന ഒരു നടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ KPSC എഴുതിയ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് നടക്കുന്ന ഒരു നടിയുണ്ടായിരുന്നു. മമ്മൂക്ക വിളിക്കുകയാണ്, എന്താണ് ആ കുട്ടിക്ക് പറ്റിയത്, അവനെന്താ പറ്റിയത് ചോദിച്ചപ്പോഴേ ഈ ചേച്ചി പറയും വെള്ളാ തോന്നേ, വെള്ളത്തിൽ പറ്റിയതാന്ന്. പക്ഷേ അന്ന് വെള്ളം അടിച്ചില്ല എന്നാണ് സിദ്ധാർത്ഥ ഭരതൻ പറയുന്നത്. അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മോനെ മോനെ എന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ടാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ മോനെ എന്ന് വിളിക്കുന്നതും അതിലൊരു നശിപ്പിക്കാനുള്ള ഒരു ധൃതി ഉണ്ടാകും. അത് തന്നെയാണ്. ഇപ്പോൾ അന്നയ്ക്ക് വേണമെങ്കിൽ ഇത് മിണ്ടാതിരിക്കാം, അന്നയ്ക്ക് പരിചയമുണ്ടെന്ന് പറയുന്നു, നേരിട്ട് വിളിച്ചു പറയാം. ഇല്ലെങ്കിൽ അന്നയ്ക്ക് വേണമെങ്കിൽ ഇവരുടെ കുടുംബക്കാരോട് വീട്ടുകാരോട് വിളിച്ചു പറയാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ എന്തിനാണ് ഇവനെ കുറിച്ച് ഇവ പണ്ട് ചെയ്യുന്ന കാര്യങ്ങളും 2021 വരെ ഇവൻ ആ ഒരു ആവാസം നിറഞ്ഞ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് 2 മോഡലുകൾ മരിച്ചത് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നമ്പർ 18 എന്ന് പറയുന്ന അവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കയറാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള കുറേ ടീമുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അവൻ കാണിച്ചത് മഹാ തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്. അവന് കിട്ടേണ്ടതൊക്കെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നില്ലേ, എൻ്റെ അഭിപ്രായമില്ലേ ഇമാതിരി ടീംസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അതായത് എത്ര പേരുടെ ജീവിതമാണോ ഇവർ നശിപ്പിക്കുന്നത്, ഈ വെള്ളം അടിച്ചിട്ടും അതുപോലെ തന്നെ വലിയ വലിയ ബൈക്ക് കൊണ്ടുപോയിട്ടും വഴിയിലൂടെ നടന്നു പോകുന്ന എത്ര ആൾക്കാരുടെ ജീവനാണ് നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അവന്മാർക്ക് അങ്ങനെയുള്ള ഇവറ്റകളോടൊന്നും ഒരു സ്നേഹവും നമുക്ക് തോന്നാറില്ല. ഈ വെള്ളം അടിച്ചിട്ട് അപകടമുണ്ടാക്കുന്ന ടീമിനോട് ഒരു സ്നേഹവും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവനൊക്കെ കിട്ടിയത് പോരാ. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 5-6 മാസം കഴിഞ്ഞ് ഇവന്റെ ലൈസൻസ് വീണ്ടും കിട്ടും. ഇവൻ ഇതേ പരിപാടി തന്നെയാണ് പിന്നീട് ചെയ്യുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ എന്തുമാവാം എന്നുള്ളൊരു ഭാവം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ഈ അന്ന പറയുന്ന കാര്യങ്ങൾ, അന്നയെ പറ്റി അടിച്ചു നോക്കുമ്പോഴേ അന്നയെ പറ്റിയിട്ട് ഒരുപാട് കേസുകളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഞാനായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, അതിൻ്റെ അകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അന്ന പറഞ്ഞത് വളരെ മോശമായൊരു കാര്യം തന്നെയാണ്. അന്നയ്ക്ക് ഇത്രയും ഇവരുമായിട്ട് പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന ഒരു പാര വെക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ. ഒരു കാരണവശാലും ഒരാളോട് പോലും, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു മിത്രം ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അയാൾ ചെയ്ത തെറ്റ്, ഇവർ ചെയ്തത് അത് വലിയൊരു തെറ്റ്. കാരണം എന്താ, അയാൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തു, അതങ്ങ് വലിച്ചു കീറിയിട്ട് അങ്ങ് നാട്ടുകാർക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നല്ലോണം തിന്നോ മക്കളെ എന്ന് പറഞ്ഞ്. അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ പുറകിൽ കുറെ സീരിയലുകാർ ഇങ്ങനെ കരയാനും പറയാനൊക്കെ വരും. ഇനി കുറെ സീരിയലുകാർ വന്നിട്ട് ഇവനെ ന്യായീകരിക്കും. അയ്യോ ഇന്ന് ക്രിസ്മസ് അല്ലേ, ഇന്നൊരു വേട്ടാവളിയെ പറയുന്നത് കേട്ടില്ലേ, ക്രിസ്മസിന് എല്ലാവരും 2 അടിക്കുന്നു. ആര് പറഞ്ഞിടയായിരുന്നു, അവൻ എവിടുന്ന് വന്നു എന്ന് നമുക്കറിയില്ല. അയ്യോ അവൻ കണ്ണൂരുകാരനാണെന്ന് പറയുന്നു. അയ്യോ കഷ്ടം, കണ്ണൂരുകാരെ നിങ്ങൾക്ക് എങ്ങനെ വേണം, ഞാനും കണ്ണൂരാന്നേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊരവസ്ഥയാന്ന്. അയ്യോ കഷ്ടം. ഏതായാലും പോട്ടെ, എല്ലാവരും ജയിക്കട്ടെ. എല്ലാവർക്കും വേണ്ടത് ഒരേ രക്തം തന്നെയാണ്. സീരിയൽ താരത്തിന് മാത്രമല്ല, ബാക്കി എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുഭവിക്കണം. പിന്നെ ഞാൻ പറയുന്നത് ചേച്ചി വെറുതെ എങ്കിലും ഇപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ അന്ന് തന്നെ അടിക്കണമായിരുന്നു. ഇപ്പോഴും വന്നിട്ട് നിങ്ങൾ ആളാകാൻ വേണ്ടിയിട്ട് പലതും വിളിച്ചു പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനിപ്പോഴും നമ്മൾ വേഷം കെട്ടി എവിടെയും പോകുന്നും വേണ്ട. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ. അപ്പം ഇത് മനസ്സിലാക്കാതെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, അത് അന്നേ അന്ന പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്തു. നന്ദി, നമസ്കാരം.